പുതിയ സാമ്പത്തിക നയത്തിനോടൊപ്പം ദുബായ്ക്ക് പുതിയ ലോഗോ. ദുബായ് സർക്കാരിന് ഇനി പുതിയ ലോഗോ. ദുബായ് കിരീട അവകാശി ഷെയ്ഖ് ഹമദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമാണ് പുതിയ ലോഗോ പ്രകാശനം ചെയ്തത്. എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലും അടിയന്തരമായി ലോഗോ മാറ്റം പ്രാബല്യത്തിൽ വരുത്തണമെന്ന് അദ്ദേഹം ഉത്തരവിട്ടു. പുതിയ സർക്കാർ ലോഗോയ്ക്കൊപ്പം ഓരോ വകുപ്പിനും നിലവിലുള്ള അവരുടെ ലോഗോ ഉപയോഗിക്കാം. 6 മാസത്തിനകം എല്ലാ വകുപ്പുകളും പുതിയ ലോഗോയിലേക്ക് മാറണം. ഭാവിയിൽ ലോകത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായി ദുബായ് മാറുന്നതിൻ്റെ ഭാഗമായാണ് പുതിയ ലോഗോ അവതരിപ്പിച്ചത്. രാജ്യത്തിൻ്റെ ദേശീയ പക്ഷി ഫാൽക്കൺ, UAEയുടെ പരമ്പരാഗത ബോട്ട് ദൗ, ഈന്തപ്പന, കാഫ് ഇലകൾ എന്നിവ ദേശീയ പതാകയുടെ നിറത്തിൽ സമന്വയിപ്പിച്ചാണ് ലോഗോ തയ്യാറാക്കിയത്. ദുബായിൽ പൊതു സ്വകാര്യ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കാൻ അടുത്ത 2 വർഷത്തേക്ക് 4000 കോടി ദിർഹം കൂടി സർക്കാർ അനുവദിച്ചു. ദുബായിൽ ജോലി ചെയ്യുന്നവർക്ക് അവരുടെ വരുമാനത്തിനനുസരിച്ചുള്ള പാർപ്പിടങ്ങൾ ലഭിക്കുന്നതിന് അഫോർഡബിൾ ഹൗസിംഗ് നയത്തിലും സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് സാൻഡ് ബോക്സ് പദ്ധതിക്കും ഷെയ്ഖ് ഹമദാൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിൽ അനുമതി നൽകി. 2033 ദുബായിയുടെ വികസനം ലക്ഷ്യമാക്കി പ്രഖ്യാപിച്ച D33 സാമ്പത്തിക അജണ്ടയ്ക്ക് പിന്തുണ നൽകുന്നതിനാണ് 4000 കോടി ദിർഹത്തിൻ്റെ സാമ്പത്തിക പാക്കേജ് പ്രഖ്യാപിച്ചത്. പദ്ധതി നടത്തിപ്പിൻ്റെ മേൽനോട്ടം സാമ്പത്തിക വകുപ്പിനാണ്. D33 ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് സർക്കാരിൻ്റെ വിഹിതമായി 70,000 കോടി ദിർഹവും സ്വകാര്യ മേഖലയിൽ നിന്ന് 1 ലക്ഷം കോടി ദിർഹവും വിദേശത്ത് നിന്ന് നേരിട്ടുള്ള നിക്ഷേപമായി 65,000 കോടി ദിർഹവും ദുബായിയുടെ സമ്പദ്ഘടനയിൽ എത്തിക്കുകയാണ് ലക്ഷ്യം. ഈ ശ്രമങ്ങളെ ഊർജിതമാക്കാൻ യോഗം തീരുമാനിച്ചു. UAEയിൽ നിന്ന് ദിനേഷ് ലാൽ, കരുതൽ ന്യൂസ്.